ജനാധിപത്യ പ്രക്രിയ ശരിയായ അർത്ഥത്തിൽ നടപ്പിലാവുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴും അതിൽ ജനങ്ങൾ നേരിട്ട് വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കുക എന്നുള്ള പ്രക്രിയ മാത്രമാണ് നമ്മുടെ ബാധ്യത എന്നുള്ള രീതിയിൽ പലപ്പോഴും ജനങ്ങൾ ചിന്തിക്കാറുണ്ട്. ശരിക്കും നമുക്ക് അത്രമാത്രം ഉത്തരവാദിത്വമുള്ളൂ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്ന കാര്യത്തിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമുക്ക് എത്രമാത്രം ഉത്തരവാദിത്വമുണ്ട്? സത്യത്തിൽ ജനാധിപത്യത്തിലെ പൗരൻ എന്ന് പറയുന്നവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അത് ഇതുവരെ നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. പൗരന്മാരെന്ന് പറയുന്നവർ അവർക്ക് അവകാശമുള്ളതുപോലെ തന്നെ ഉത്തരവാദിത്വവും കടമയും ഉണ്ടെന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. പറഞ്ഞാൽ അനുസരിക്കുന്ന പ്രജകളുടെ ലോകത്ത് നിന്ന് അറിഞ്ഞു പ്രവർത്തിക്കുന്നവരായി മാറേണ്ടത്. ആ അറിഞ്ഞു പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾക്ക് ഇതുവരെ സംഭവിക്കാതിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഇതിന്റെ കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ വാഹകരായി മാറേണ്ട, അത് പ്രവർത്തിക്കേണ്ടവരായവരെ ആര് എക്യുപ്പ് ചെയ്യും, ആര് പഠിപ്പിക്കും എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. നിലവിലുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്നത് മുഴുവനും ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന്റെ പ്രവർത്തകരായി മാറേണ്ട ആൾക്കാരെ ഇതുവരെ സജ്ജമാക്കി എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. അതൊരു പരാജയമാണ്. ആ പരാജയമാണെന്ന് പറയുമ്പം അതുകൂടെ ഇനി അത് വിജയിക്കത്തില്ല എന്നുള്ള അർത്ഥത്തിലേ അല്ല. നമുക്കത് ചെയ്തു തുടങ്ങേണ്ടതുണ്ട്. ഞാൻ ഈ പറയുന്ന രീതിയിൽ, ഇനിയും പറയുന്ന രീതിയിൽ അത് മനസ്സിലാക്കി ചെയ്യേണ്ടത്. അപ്പം ജനാധിപത്യത്തിന്റെ മോഡലുകൾ ലോകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ. അതൊരു പുതിയ ആശയമാണ്. ലോകത്ത് തന്നെ തുല്യത എന്ന് പറയുന്ന സമത്വ ഭാവനയോടുള്ള തുല്യ പൗരന്മാരുണ്ടാകണം എന്നാഗ്രഹിച്ച് ഉണ്ടായ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള നാടുകൾ എന്ന് പറയുന്നത് ലോകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. ഉണ്ടായ സ്ഥലങ്ങൾ അങ്ങനെ സങ്കല്പിച്ച് ഉണ്ടാക്കിയ സമൂഹങ്ങളിലെല്ലാം തന്നെയും ഇന്നും രാജാവിന്റെ കാലത്തുണ്ടാക്കിയിട്ടുള്ള ഭരണ സംവിധാനങ്ങളെ ഉപയോഗിച്ച് നടത്താനാണ് ശ്രമിക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്കിത് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ഇത് കണ്ടെത്താനോ കഴിയാതിരിക്കുന്ന നിലവാരത്തിൽ. മറ്റെവിടെങ്കിലും ഇതിനൊരു ഉദാഹരണം കാണിക്കാമോ എന്ന് ആൾക്കാർ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ട, പുതിയതായി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഹെയറാർക്കിക്കലായിട്ടുള്ള ശ്രേണീബദ്ധമായിട്ടുള്ള സംവിധാനങ്ങൾ മുഴുവനും രൂപപ്പെടുത്തി അതിന്റെ തലപ്പത്തിരുന്ന രാജാവിനെ നമ്മൾ മാറ്റി പകരം ജനപ്രതിനിധികളെ അവിടെ ഇരുത്തുന്നത് വഴി ജനാധിപത്യം ആകില്ല എന്ന് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്നാണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന സംവിധാനത്തിനെ ആൾക്കാർ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്നാണ് പറയുന്നത്. അതിനെ മാറ്റി പങ്കാളിത്ത ജനാധിപത്യം ഉണ്ടാക്കണം എന്നൊക്കെ ആൾക്കാർ പറയും. ഞാൻ പറയുന്നത് ഇതിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഏറ്റവും ചെറിയ സർക്കിളായ നമ്മുടെ വാർഡ് സ്ഥലത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത്, വാർഡുകൾ ചേർന്നുള്ള പഞ്ചായത്തിനകത്ത് ജനപങ്കാളിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരു പഞ്ചായത്തും മറ്റു പഞ്ചായത്തുകളും തമ്മിൽ ചേർന്ന് ചെയ്യേണ്ട കുറെ പ്രവൃത്തികളുണ്ട്. അതിന് ഒരു പഞ്ചായത്തിനെ പ്രാതിനിധ്യമുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്ത് അങ്ങനത്തെ ഒരു ബോഡി ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ നിയമസഭ എന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ പഞ്ചായത്തുകളുണ്ടായി, അത് ജില്ലാ പഞ്ചായത്തുകളുണ്ടായി. ആ ജില്ലാ പഞ്ചായത്തുകൾക്ക് എല്ലാം കൂടെ ചേർന്ന് നമ്മളൊരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം പ്രാതിനിധ്യ സ്വഭാവമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ ബാധ്യത വരും. പക്ഷെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നിടത്ത് ഗ്രാമസഭയിൽ നേരിട്ട് പങ്കാളിത്തം ഈ ആൾക്കാർക്കെല്ലാം ചെയ്യാൻ പറ്റും.
90% പ്രശ്നങ്ങളും മനുഷ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഈ പഞ്ചായത്തിൽ തന്നെ നമുക്ക് കഴിയും. വളരെ സൂക്ഷ്മമായിട്ടുള്ള എക്സ്പെർട്ട് നോളജ് ആവശ്യമായിട്ടുള്ള മേഖലകളിലാണ് നമ്മൾ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്ന പ്രാതിനിധ്യ സ്വഭാവമുള്ളവര് ഒരു പഞ്ചായത്തിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് ഒരു ജില്ലാ പഞ്ചായത്തിൽ ആൾക്കാരെത്തുകയും ജില്ലാ പഞ്ചായത്തുകളെ റെപ്രസെന്റേറ്റ് ചെയ്ത് ഒരു നിയമസഭയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന തരത്തിൽ ഉള്ള, അത് ഹെയറാർക്കിക്കലല്ല, വലിയ വലിയ സർക്കിളായിട്ട് മനസ്സിലാക്കും. അല്ലാതെ പഞ്ചായത്തിന്റെ മുകളിൽ അധികാരമുള്ള ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിക്കൂടാ എന്നറിയുന്ന പോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളുടെ മുകളിൽ അധികാരമുള്ള ഒരു സംസ്ഥാന നിയമസഭ ഉണ്ടായിക്കൂടാ. സർക്കിൾ വലുതാണ്, അവർ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വേറെയാണ്. അഥവാ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും കഴിയണമെന്നുള്ളതാണ്. പഞ്ചായത്ത് എന്ന് പറയുന്നത് സ്വതന്ത്രമാണ്, ഓട്ടോണമസ് ആണ്. അവരുടെ കൂട്ടായ ഉത്തരവാദിത്വം. ഇപ്പം നമ്മൾക്ക് ഒരു പഞ്ചായത്തിനകത്ത് ഖനനം ചെയ്തെടുക്കേണ്ട ഒരു ധാതു നിക്ഷേപം ഉണ്ടെന്ന് വയ്ക്കും. അതിനെപ്പറ്റി പഠിക്കാനും എടുക്കാനും ആ പഞ്ചായത്തിലുള്ള ജനങ്ങളുടെ നോളജ് കൊണ്ട് പറ്റത്തില്ല. അപ്പൊ എക്സ്പെർട്ട് നോളജ് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള ആളുകളെ ആവശ്യമായിട്ട് വരും. അവരെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ അവിടുത്തെ അത് ഖനനം ചെയ്യുന്ന സംരംഭകത്വം ആ ഇനിഷ്യേറ്റീവ്, അതിന് ആവശ്യമായിട്ടുള്ള എക്സ്പെർട്ട് നോളജ് വേണ്ടി വരും. ഒരു ഓണ്ടർപ്രണർഷിപ്പ്, അതിൻ്റെ എക്സ്പെർട്ട് നോളജ് വേണ്ടി വരും. ഇതൊന്നും നമുക്ക് പഞ്ചായത്തിനകത്ത് ആളുകൾ തമ്മി ചേർന്നിരുന്ന് പരിഹരിക്കാവുന്നതല്ല. മാത്രമല്ല, അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ്, മറ്റ് അറിവ് പോലെ തന്നെ അതിനു വേണ്ടി വരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്ന ധനം വേണ്ടി വരും. അത് ആ ഒരു പഞ്ചായത്തിന് മാത്രം ബെയർ ചെയ്യാൻ പറ്റത്തില്ല. അത് പല പഞ്ചായത്തുകൾ ചേർന്നിട്ടേ കഴിയുള്ളൂ. അപ്പൊ ഇതുപോലുള്ള പ്രവർത്തന മേഖലകൾ, ഒരു ഫാക്ടറി ആരംഭിക്കാനായിട്ട് പോകുമ്പോൾ ഒരു പഞ്ചായത്തിന് മാത്രമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരും. അപ്പോഴാണ് പഞ്ചായത്തുകളുടെ കൂട്ടായ്മ ആവശ്യമായിട്ട് വരുമെന്നും, പഞ്ചായത്തുകളുടെ കൂട്ടായ്മ മാത്രമല്ല, ചിലപ്പോൾ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മ ആവശ്യമായിട്ട് വരുമെന്നൊക്കെ നമ്മൾ കാണുന്നിടത്താണ് എക്സ്പെർട്ട് നോളജുകളുടെയും പുതിയ തരത്തിലുള്ള സംരംഭങ്ങളുടെ ആവശ്യം വരുമ്പോൾ ആ സംരംഭങ്ങളുടെ ആവശ്യപ്രകാരമായിട്ടുള്ള സൂക്ഷ്മജ്ഞാനങ്ങളുള്ള കഴിവുള്ള പേഴ്സണലുകളെ നമ്മൾ എലക്ട് ചെയ്തെടുക്കാനും അവരെ ഈ പഞ്ചായത്തിനകത്ത് ഉള്ള ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ മുന്നിൽ അവരെ വിളിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന പണികളൊക്കെ വേണ്ടി വരും. ബാക്കി കാര്യങ്ങളിനകത്തെല്ലാം നേരിട്ട് പങ്കാളിത്ത ജനാധിപത്യ സ്വഭാവത്തിൽ പഞ്ചായത്തിനകത്ത് തീർക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ കോടതികൾ എന്നൊക്കെ പറയുന്നതെല്ലാം തലയ്ക്ക് മേളിൽ സുപ്രീം കോടതി വരെ പോകുന്ന ഈ മെക്കാനിസത്തിനകത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു വ്യവഹാരവും പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്തിനോ കൈകാര്യം ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് പോയിക്കോളും. കേസുകൾ മേപ്പോട്ട് പോകുന്ന ഈ രീതിയെ ആവശ്യമില്ല. ഒരു അതിർത്തി തർക്കം നേരിട്ട് അറിയുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെ പരിഹരിക്കാവുന്നതാണ്. അതിന് മേപ്പോട്ട് പോകേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള എല്ലാ വ്യവഹാരങ്ങളും നമുക്ക് കട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് ഓട്ടോണമസ് ആയിട്ടുള്ള ഈ മേഖലകൾ വികസിപ്പിക്കുന്നത് വഴി പങ്കാളിത്ത ജനാധിപത്യം എന്ന് പ്രത്യേകം പറയാതെ തന്നെ ജനപങ്കാളിത്തം ഉള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള വിപുലവും ആഴവുമുള്ള ഒരു പ്രവർത്തനം, ഒരു സാങ്കേതിക വിദ്യയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ ധനം ആവശ്യമായിട്ടുള്ള ഒരു സംരംഭം ആരംഭിക്കുന്നതിനൊക്കെ നമുക്ക് ഈ പറയുന്ന നിലവാരത്തിലുള്ള കൂട്ടായ്മ ആവശ്യമായിട്ട് വരും. അപ്പോഴാണ് ഒരു പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്ന മേഖല നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 1000 പഞ്ചായത്ത്, 943 പഞ്ചായത്ത് കണ്ടാവുള്ളത്. അത്രയും പഞ്ചായത്തുകളുടെ പൊതുവായി ആവശ്യം വരുന്ന സ്ഥലത്താണ് നിയമസഭ എന്ന് നമ്മൾ പറയുന്നത് വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പഞ്ചായത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനത്തിനകത്ത് ഈ നിയമസഭയ്ക്ക് മുകളിൽ അധികാരം ഉണ്ടായിക്കൂടാ.
ടാക്സ് കളക്ട് ചെയ്യുന്നത് ആ പഞ്ചായത്തിനകത്ത് തന്നെ വിനിയോഗിക്കാനുള്ള അവകാശവും അധികാരവും അവർക്ക് കൊടുത്തേ പറ്റും. എന്ന് പറഞ്ഞാൽ അത് പൊതുവായി അവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പഞ്ചായത്തും വേറെ പഞ്ചായത്തും ചേർന്ന് ചെയ്യുമ്പോൾ പഞ്ചായത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ജില്ലാ പഞ്ചായത്തുകളുടെ നിലവാരത്തിൽ അതിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അവിടെ അപ്പൊ ഈ എല്ലാ ആളുകളും കൂടെ പങ്കാളിത്തമുള്ള ഗ്രാമസഭകളോ അല്ലെങ്കിൽ വാർഡ് സഭകളോ മുനിസിപ്പാലിറ്റിയിലുള്ള വാർഡ് സഭകളിലോ ആകണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം മതി ജില്ലാ പഞ്ചായത്തിലും നിയമസഭയിലും ഒരു സംസ്ഥാനത്തിന്റെ പോവും. ഇതേപോലെ ഇപ്പൊ നമ്മുടെ സംസ്ഥാനങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യം ഉണ്ടെന്നെങ്കിൽ രാജ്യത്തിനകത്തുള്ളത് യൂണിയൻ ഗവൺമെന്റ് ആണെന്ന് മനസ്സിലാക്കി അത് കേന്ദ്ര ഗവൺമെന്റ് ആയിട്ട് സെൻട്രൽ അവർക്കാണ് എന്തോ അധികാരം നമ്മുടെ മുകളിലുണ്ട്, സംസ്ഥാനങ്ങളെല്ലാം സാമന്ത രാജ്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ മറ്റാർക്കും അധികാരമില്ലെന്ന് എല്ലാവരും അറിയേണ്ടത്. അത്തരത്തിലുള്ള അധികാരങ്ങൾ ഭരണഘടനയിലുണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധികളെ ആർക്കെങ്കിലും പിരിച്ചുവിടാനായിട്ട് ഒരു ഗവർണർക്കോ ഒരു പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർക്കോ പിരിച്ചുവിടാനുള്ള അവകാശം ഇല്ലെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. സെൻട്രൽ ഗവൺമെന്റ് അല്ല നമുക്ക് വേണ്ടത്, ഫെഡറൽ സ്റ്റേറ്റുകളും ആ ഫെഡറൽ സ്റ്റേറ്റുകളെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു യൂണിയൻ ഗവൺമെന്റ് ആണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ മുകളിൽ അധികാരമുള്ള അവരെ പരിശോധിക്കാനായിട്ട് വിടുന്ന ഒരു ഗവർണർ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സാധനങ്ങളാണ്, അത് ആവർത്തിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഈ സുപ്രീം കോടതി തന്നെ ആവശ്യമില്ലാത്തതാണ്, ഹൈക്കോടതികൾ ആവശ്യമില്ലാത്തതാണ്. ജില്ലകൾ തമ്മിലുള്ള പ്രശ്നങ്ങള് പഴയ കാലത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള വഴക്കിടുന്ന സ്ഥലമൊന്നുമല്ല. അങ്ങനത്തെ ആ കാലത്തുണ്ടായിരുന്ന സുപ്രീം കോടതി ഒന്നും ഇന്ന് ആവശ്യമില്ല. ഇവിടെ എല്ലാം തന്നെയും ഈ ആർബിട്രേഷൻ എന്ന് പറയുന്ന നിലവാരത്തിൽ നിലവിലുള്ള നിയമങ്ങളെ വ്യാഖ്യാനിച്ച് പറയുന്നതിന് കഴിയുന്ന എക്സ്പെർട്ടുകളുടേതായ ഒരു റെപ്രസെന്റേറ്റീവ് ബോഡി അവിടെ ഉണ്ടായാൽ മതി. അല്ലാതെ സുപ്രീം കോടതിയിൽ ചെന്ന് നീതി മേടിക്കാനായിട്ട് പോയിട്ട് 4.5 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്ന ജസ്റ്റിസ് ഡിലേഡ് ഈസ് ഡിനൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിദ്വാന്മാര് തന്നെ ഇത്രയധികം കേസ് കെട്ടിക്കിടക്കുന്നിടത്താണ് നിൽക്കുന്നത്. പിരിഞ്ഞു പോകേണ്ടതാണ് ഇവിടുത്തെ സകല ജഡ്ജിമാര്. നാണവും മാനവും ഉണ്ടെങ്കിൽ പിരിഞ്ഞു പോകേണ്ടതാണ്. കാര്യം അത്രത്തോളം പിന്നണിയിൽ ഇത്രത്തോളം കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിനകത്തിരുന്നിട്ട് നീതി അഭിനയിക്കുന്ന ആശാന്മാരെ കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. എത്ര കഷ്ടമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ചുറ്റിനും നമുക്ക് നേരിട്ട് പങ്കാളിത്തമുള്ള പൗരന്മാരായി മാറുക എന്ന് പറയുന്നതിന് വേണ്ടി അവരെ എക്വിപ്പ് ചെയ്യുന്ന പൗരത്വ ബോധം ഉണ്ടാക്കിയെടുക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അത് ഒരു അവസാനത്തെ ആളും പ്രധാനമാണ് ജനാധിപത്യത്തിൽ എന്ന് പറയുന്നത് പോലെ കുട്ടികളെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ക്ലാസ് റൂംസ് ആരംഭിക്കേണ്ടതുണ്ട്. ആ ക്ലാസ് റൂം എന്ന് പറയുന്നിടത്ത് കുട്ടികളിലുള്ള സവിശേഷ കഴിവുകളെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്ന് കണ്ടെത്തുന്നതിനെയാണ് വിദ്യാഭ്യാസമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുപോലെ പൗരബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസമായിട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വല്ലവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളാക്കി മാറ്റുന്ന ഇന്നത്തെ പരീക്ഷാ സമ്പ്രദായത്തിൽ ഉണ്ടാകുന്ന പ്രജാബോധം വീണ്ടും നിലനിർത്തുന്ന അത് വിദ്യാഭ്യാസമാണെന്ന് ഞാൻ കാണുന്നില്ല. അത് അടിമത്തം ഉണ്ടാക്കിയെടുക്കുന്ന അനുസരണ പഠിപ്പിക്കുന്ന ഉപകരണം മാത്രമാണ്. അതിനെ വിദ്യാഭ്യാസമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇതുകൊണ്ടാണ് 75 വർഷമായിട്ട് നമ്മുടെ നാട്ടിനകത്ത് പങ്കാളിത്തമുള്ള ജനകീയമായ ഒരു ക്രമീകരണ സഭ ഉണ്ടാകാത്തത്. ശരിക്കും പറഞ്ഞ ഭരണഘടന എന്ന് പറയുന്ന വാക്ക് തന്നെ ക്രമീകരണ ഘടനയെന്ന് മാറ്റേണ്ടതാണ്. കാരണം ജനാധിപത്യത്തിനകത്ത് ക്രമീകരണവും സേവനവുമേ ഉള്ളു, ഭരണമില്ല. ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ഇന്ന് ഭരിക്കാൻ കയറി നമ്മുടെ മണ്ടയിൽ രാജാക്കന്മാർക്ക് പകരം 25-30 രാജാക്കന്മാരായി ഒരു സംസ്ഥാനത്തെ ഉണ്ടാകുകയും പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നവൻ പണ്ട് കാലത്തെ
എന്ന വൈസ്രോയി ഇരിക്കുന്ന പോലെ പെരുമാറുകയൊക്കെ ചെയ്യുന്നത് ജനാധിപത്യവുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഈ മേല് കീഴുള്ള സ്ട്രക്ചർ ഉടച്ചു വാർക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ത്രിതല പഞ്ചായത്ത് ഉണ്ടാക്കിയത്. ആ ത്രിതല പഞ്ചായത്ത് ഇതുവരെ വർക്കബിൾ ആയിട്ട് മാറാതിരിക്കുന്നത് പൗരബോധമുള്ളവര് ഇൻഫോംഡ് കൺസെന്റ്, അറിഞ്ഞ് അനുവാദം കൊടുക്കുന്നതിനും അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള പൗരന്മാരുടെ അഭാവം കൊണ്ടുണ്ടായതാണ്. ഈ മേഖലയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഇത് ഒരു സംസ്ഥാനത്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അത് ഏറ്റവും പരുവപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. പലതരത്തിലുള്ള അറിവ് നേടിക്കഴിഞ്ഞിട്ടുള്ള ഒരു സമൂഹമാണ്. പലതരത്തിലെ മൂവ്മെന്റുകൾ, അയ്യങ്കാളിയുടെ മൂവ്മെന്റ്, ശ്രീനാരായണ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, ഇതുപോലുള്ള യുക്തിവാദി പ്രസ്ഥാനം, ഇത്രയും പ്രസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഒരു 100 വർഷം കൊണ്ട് ഉഴുതിട്ട നിലമാണ് കേരളം. ഇവിടെ വളരെ സാധ്യതകളാണുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറഞ്ഞ് ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് പങ്കാളിത്തമുള്ള പൗരന്മാരുടെ കൂട്ടായ്മയായിട്ടും അതിന് ഓട്ടോണമസ് ആയിട്ട് പ്രവർത്തിക്കാനും അവിടുത്തെ കളക്ട് ചെയ്യുന്ന ടാക്സ് എങ്ങനെ ആ പ്രദേശത്ത് വിനിയോഗിക്കാനായിട്ടുള്ള കഴിവും എല്ലാം നേടി ചെയ്യാൻ കഴിയുന്നവരായി മാറിയിട്ടുള്ള അത്രയും വ്യത്യാസങ്ങൾ നമുക്ക് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ പോയ ഖാപ്പ് പഞ്ചായത്ത്, ജാതി സമ്പ്രദായം നിൽക്കുന്ന ഖാപ്പ് പഞ്ചായത്താണ് ഇന്നും പഞ്ചായത്തായിട്ട് നിൽക്കുന്നത്. അതൊന്നും നമുക്ക് ഇന്നത്തെ ഈ അവസ്ഥയ്ക്കകത്ത് അതിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് കേരളത്തിലിരുന്ന് ആലോചിക്കാൻ കഴിയില്ല. ഇപ്പൊ വടക്കേ ഇന്ത്യ എന്ന് പറയുന്ന വടക്കേ ഇന്ത്യയിലെ മുതലാളിമാര് ഭരിക്കുന്ന ബ്രിട്ടീഷുകാർക്ക് പകരം ഭരിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. അല്ലാതെ ഇന്ത്യയിലെ ജനാധിപത്യ ഭരണം നടക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. എലക്ട് ചെയ്യുന്ന പണക്കാരായ ആൾക്കാർ തന്നെയാണ്. അല്ലാതെ അതിന് ഒറ്റയ്ക്കും തെറ്റയ്ക്കും 100 പേരെ തെരഞ്ഞെടുക്കുമ്പം 10 പേര് ദരിദ്രവാസികളാണെന്ന് കണ്ടുപിടിക്കുന്ന കാരണം കൊണ്ട് ഒന്നും ഈ ജനാധിപത്യത്തിന്റെ യുക്തികളൊന്നുമല്ല. ആ തെരഞ്ഞെടുക്കുന്നവരുടെ ചെലവ് തന്നെ പണക്കാരുടെ അടുത്ത് വന്ന് പണം മേടിച്ചിട്ട് ചെയ്യുന്നതും അവര് പറഞ്ഞാൽ അനുസരിച്ചോളാം എന്ന് പറയുന്ന ദരിദ്രവാസികളുമായുള്ള നിയമസഭകളും ലോക്സഭയുമാണ് ഇന്നിപ്പോഴും ഉള്ളത്. അപ്പൊ അതൊന്നുമല്ല നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പഞ്ചായത്തുകൾ വികസിപ്പിക്കുകയും അതിന് സമാന്തരമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥ ഭരണത്തിൻ്റെതായ വില്ലേജ് ഓഫീസും തഹസീൽദാരുടെ ഓഫീസും കളക്ടറേറ്റും അതിന്റെ തലതൊട്ടപ്പനായ ഗവർണറെയും ഇവിടുന്ന് നിഷ്കാസനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഇല്ലാതാക്കേണ്ടതുണ്ട്. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും വികസിപ്പിച്ച് സമാന്തരമായിട്ട് അത് വികസിപ്പിച്ച് ജനാധിപത്യപരമായിട്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ സഹിതം ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുക തന്നെ വേണം. എക്സ്പെർട്ട് നോളജ് ഉദ്യോഗസ്ഥൻ ഉണ്ടെന്ന് പറഞ്ഞാലും അക്കൗണ്ടബിളായി, ജനങ്ങളുമായി അക്കൗണ്ടബിളായി മാറേണ്ടതുണ്ട്. ആ മേഖല ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് അഴിമതി ഭരണമാണ് നമ്മൾ ജനായത്ത് ഭരണമെന്ന് അറിഞ്ഞ് തെറ്റിദ്ധരിച്ച് വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഈ ബ്രിട്ടീഷുകാര് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോയി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് ഇവിടുത്തെ കോടതിയിലോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലോ ഇവിടുത്തെ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവരോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നോ ഇവിടെ വന്ന് എന്റെ മുന്നില് 1947 വന്നിരുന്ന പ്രജ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഭരണമാണ് തുടരുന്നോണ്ടിരിക്കുന്നത്. ഇലക്ഷൻ നടന്നില്ലെങ്കിലും ഭരണം നടക്കും എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇലക്ഷൻ നടക്കുന്നത് ഇപ്പോൾ അനാവശ്യമായ രീതിയിലാണ് നിൽക്കുന്നത്. അത് ഇതുകൊണ്ടാണ് പഞ്ചായത്തുകളിലേക്ക് ഈ അവകാശങ്ങളും അധികാരങ്ങളും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. അത് ചെയ്ത് ഈ വില്ലേജ് ഓഫീസും തഹസീൽദാരുടെ ഓഫീസും കളക്ടറേറ്റും ഗവർണറെയും ഇവിടുന്ന് പുറത്താക്കേണ്ടതുണ്ട്. അതിന് സമാന്തരമായ പുതിയ ഭരണരീതികൾ ആവിഷ്കരിച്ച് തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഇടവും ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടാകരുതെന്നും സേവനം അനുഭവിച്ച ആളിന്റെ റേറ്റിംഗ് കിട്ടുന്നതിനനുസരിച്ച് മാത്രം അവരുടെ ശമ്പളത്തിന്റെ ഇൻക്രിമെന്റ് കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ ഈ സംവിധാനങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന നിലവാരത്തിൽ ജനങ്ങളോട് ബന്ധപ്പെട്ട് അവരുടെ അസസ്മെന്റിന് വിധേയമായി, റേറ്റിംഗിന് വിധേയമായി
അവർക്ക് ഇൻക്രിമെന്റ് കിട്ടത്തുള്ളെന്നുണ്ടെങ്കിൽ അഴിമതി ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഈ മേഖലകളിലാണ് ഇത്തരത്തിൽ ജനാധിപത്യത്തിനെ മനസ്സിലാക്കി ചെയ്തെടുക്കേണ്ട രീതിയിലാണ് ഈ സംവിധാനങ്ങൾ മാറേണ്ടത്. അല്ലാതെ രാജാവിന്റെ സിസ്റ്റമായിട്ടുള്ള സെക്രട്ടേറിയറ്റും രാജാവിന്റെ സിസ്റ്റമായിട്ടുള്ള കളക്ടറേറ്റും രാജാവിന്റെ സിസ്റ്റമായിട്ടുള്ള താലൂക്ക് ഓഫീസും വില്ലേജ് ഓഫീസും ഒക്കെ ഉപയോഗിച്ച് വെട്ടുവാളും ബിച്ചാത്തി ഉപയോഗിച്ച് ആളുകളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. അയലത്തുകാരനെ സ്നേഹിക്കാനായിട്ട് തോക്ക് കൊടുത്താൽ തോക്ക് വെച്ച് വെടിവെച്ച് കീഴടക്കാനേ പറ്റൂ, സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ ഈ ഉപകരണം എന്താണെന്ന് പഠിക്കേണ്ടത്. ജനാധിപത്യത്തിനകത്ത് ഈ സ്ട്രക്ചർ മാറ്റേണ്ടതുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇന്നും നമ്മുടെ വീടുകളിനകത്ത് സകല വിവേചനം, സ്ത്രീ പുരുഷ ബന്ധത്തിലെ വിവേചനം നിറഞ്ഞു നിൽക്കുന്ന വീടുകളാണ്. ജാതിയിൽ അധിഷ്ഠിതമായ വിവേചനം നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇതുപോലുള്ള ക്ലാസ് റൂംസും സാധനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഈ മേഖലയിലുള്ള അന്വേഷണവും ഈ മേഖലയിലുള്ള സ്ട്രക്ചറലായിട്ടുള്ള ഘടനാപരമായ മാറ്റങ്ങളും വരുത്തുക എന്നുള്ളതാണ് ജനാധിപത്യത്തിലെ പൗരന്മാരായിട്ട് മാറുന്നത്. ഇതിനനുസൃതമായ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന കൂട്ടായ്മ മതി. നമ്മള് ഉണ്ടായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടി ഉണ്ടായവരോ അല്ലെന്നുണ്ടെങ്കിൽ രാജാക്കന്മാർക്ക് എതിരെ പൊരുതാൻ വേണ്ടി ഉണ്ടായ മിലിറ്റന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനെയാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് തിരിച്ചിരിക്കുന്നത്. സേനകളാണ് അവർക്കുള്ളത്. സേനകളുടെ ഘടനകൾ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ പൗരബോധമുള്ള ആളുകളെ ഉത്പാദിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിയുടെ ഘടന പരിശോധിച്ചാൽ മതി. പോളിറ്റ് ബ്യൂറോ വരെ പോകുന്നതും ഹൈക്കമാൻഡ് വരെ പോകുന്നതുമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഉള്ളത്. ഇതൊന്നുമല്ല ജനാധിപത്യ പൗരബോധം ഉണ്ടാകുന്ന സ്ഥലത്ത് ഉണ്ടാകേണ്ട ആധുനിക രാഷ്ട്രീയ പാർട്ടി എന്ന് ഞാൻ പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയം എന്നുള്ള യുക്തിയിലേ അല്ല. എന്ത് ചെയ്യണം? അതിന്റെ കൂട്ടായ്മകൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് രണ്ടോ മൂന്നോ വിഭാഗങ്ങളായിട്ടൊക്കെ ആൾക്കാർ നിൽക്കും. പക്ഷെ അപ്പോഴും ഘടനാപരമായി മേലുകീഴ് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിക്കൂടാ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്പിരിറ്റിനനുസൃതമായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് തന്നെയും കുറെ നാൾ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആവശ്യമായിട്ട് വരത്തില്ല. അതുകൊണ്ട് ആളുകളുടെ കൂട്ടായ്മയ്ക്ക് പഞ്ചായത്ത് തന്നെ ആവശ്യമായിട്ട് വരുള്ളൂ. നമ്മുടെ ഗ്രാമസഭയിൽ പങ്കാളികളായി മാറേണ്ടതുണ്ട്. മുനിസിപ്പാലിറ്റിയിലുള്ള വാർഡ് സഭകളിൽ എല്ലാവരും പോയി അഭിപ്രായം, നമ്മളിപ്പോ ഇവിടുത്തെ ഈ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും എവിടെങ്കിലും പോകുന്നതായിട്ട് അവരൊരു രാഷ്ട്രീയക്കാരാണെന്ന് അറിഞ്ഞുകൂടാ. ജനാധിപത്യത്തിനകത്ത് നേരത്തെ രാജാവിൽ കേന്ദ്രീകൃതമായിരുന്ന രാഷ്ട്രീയ അധികാരം ഒരു വോട്ടായി ഓരോ ആൾക്കും കൊടുത്തിരിക്കുകയാണെന്നും അത്തരത്തിലുള്ള ഉത്തരവാദിത്വവും അവകാശങ്ങളും നമുക്കുണ്ടെന്നും നമ്മൾ നിന്നാണ് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എങ്ങനെ നമുക്ക് അനുകൂലമായി ഉപയോഗിക്കാം എന്ന് തീരുമാനമെടുക്കേണ്ടതാണ് ഗ്രാമസഭകൾ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാതെ കുറച്ച് വയസ്സരോ അല്ലെങ്കിൽ കുറച്ച് കുടുംബശ്രീ സ്ത്രീകൾ പോയിരിക്കുന്ന നമ്പർ തികയ്ക്കാൻ പോയിരിക്കുന്ന സ്ഥലമല്ലത്. ഇത്രത്തോളം ഉള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത് പൗരബോധ നിർമ്മാണം നടത്തുന്നതാണ് ജനാധിപത്യ വികാസം. ഇത് ചെയ്യാതെ താനേ പൗരന്മാരുണ്ടാകുമെന്ന് വിചാരിക്കും. 18 വയസ്സ് വരെ പഠിക്കുന്ന സ്കൂളിനകത്ത് രാഷ്ട്രീയം പാടില്ല എന്ന് പറയുകയും ആ രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞെടുത്ത് 18ാമത്തെ വയസ്സിൽ വോട്ട് കൊടുക്കാനായിട്ട് അവരെ മാറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവൃത്തതയുള്ള മനുഷ്യരുണ്ടാകും? ഇതൊക്കെ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ജനാധിപത്യം പരാജയപ്പെടുന്നു എന്ന് പറയാനായിട്ട്, കഥ പറയാനായിട്ട്, എന്നിട്ട് ഈ ജനപ്രതിനിധികളാണെന്ന് അഭിനയിക്കുന്ന ഏറ്റവും ഫാസിസ്റ്റായ ആൾക്കാരെ തെരഞ്ഞെടുത്ത് സെൻട്രൽ ഗവൺമെന്റിലും കേരള ഗവൺമെന്റിലും ഒക്കെ വെച്ചേക്കുക എന്ന് പറയുന്നത് എത്ര അസംബന്ധമാണ്. ജനാധിപത്യത്തിന്റെ മണമടിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ. അവർ ഈ പറയുന്ന മേലുകീഴുള്ള ഹെറാർക്കിക്കലായ രാഷ്ട്രീയ പാർട്ടി എന്നാണ് ആ പാർട്ടികളെല്ലാം ഇറങ്ങി നിൽക്കുന്നത്. നമ്മളെക്കാളും മെച്ചപ്പെട്ട ആളുകളില്ലെന്നും നമ്മളുടെ കാര്യം തീരുമാനിക്കേണ്ടത് അവരവരാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഗ്രാമസഭകളിൽ പോയി ഈ കാശിന് കൊള്ളാത്ത രാഷ്ട്രീയക്കാരെ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ നമ്മൾ തെരഞ്ഞെടുത്തവരാണെന്ന് പറയേണ്ടത്. യഥാ രാജ തഥാ പ്രജ എന്ന് പണ്ട് പറയുമായിരുന്നെങ്കിൽ ഇന്ന് യഥാ പ്രജ അല്ല, യഥാ പൗരൻ തഥാ ഭരണാധികാരി.
ആ ഭരണാധികാരികളല്ല ഉണ്ടാകേണ്ടതെന്നും അവര് സേവനദാതാക്കളുമാണെന്ന് തിരിച്ചറിയുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിനകത്ത് പറയാനുള്ളത്, ഇവിടുത്തെ യുവജനങ്ങളായിരിക്കുന്നവര് 18 വയസ്സിന് ശേഷമുള്ള മുഴുവൻ പേരും ഈ ഗ്രാമസഭകളിലും വാർഡ് സഭകളിലും പങ്കാളിത്തം ഉണ്ടായിട്ട് ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന് ആലോചിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഈ ധനം നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ എന്റർപ്രൈസസും സംരംഭകത്വം സ്റ്റാർട്ടപ്പുകൾക്ക് ഈ പണം എങ്ങനെ വിനിയോഗിക്കും എന്ന് ചിന്തിക്കാനായിട്ടും പെരുമാറാനും തീരുമാനമെടുക്കുന്നവരായിട്ടും മാറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മൈത്രേയൻ പറഞ്ഞപ്പോൾ ഈ ജനാധിപത്യ പ്രക്രിയയുടെ കാര്യം പറഞ്ഞു. ഈ ജനാധിപത്യ പ്രക്രിയ ഈ അടുത്ത്, അല്ലെങ്കിൽ ജനാധിപത്യം ഈ അടുത്ത് വളരെ അടുത്ത കാലത്ത് വന്നെത്തിപ്പെട്ടാണല്ലോ. അതിനു മുന്നേ ആയിരക്കണക്കിന് വർഷങ്ങൾ രാജഭരണമായിരുന്നല്ലോ ഇവിടെ നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റബ്ബർ ബാൻഡ് പിടിച്ച് വലിച്ചു വിട്ടാൽ എങ്ങനെ തിരിച്ചു വരും, അതേപോലെ തന്നെ ഈ ജനാധിപത്യം എന്നുള്ള ഐഡിയോളജി എപ്പോഴും തിരിച്ച് രാജഭരണ അവസ്ഥയിലേക്ക്, അഥവാ ജനങ്ങൾ തിരഞ്ഞെടുത്ത രാജാക്കന്മാർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരില്ലേ? വരത്തില്ല. അതിനൊരു അത് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ ഈ ചോദ്യം ചോദിക്കാൻ ഇരുന്നുകൊണ്ടാണ് താൻ അത് മനസ്സിലാക്കാതെ ഈ ചോദിച്ചത്. എപ്പോഴും ഒരു ക്ലാസ് റൂമിലെ ആളുകളെ ഉത്പാദിപ്പിക്കാതെ ഇയാൾ ഇരുന്നുകൊണ്ട് കഥയെ പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പൊ ഇരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ ഉണ്ടാക്കുന്നതാണ്. അതല്ല വിദ്യാഭ്യാസം എന്ന് ഞാൻ പറഞ്ഞത് ഇയാൾ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാരിയേഴ്സ് ആയ ആൾക്കാരെ, ജനാധിപത്യ പൗരബോധമുള്ള ആൾക്കാരെ ക്ലാസ് റൂമിൽ ഉത്പാദിപ്പിക്കേണ്ടതുണ്ട്. അത് ചെയ്യാതെ മദ്രസയിലും സെമിനാരിയിലും മതപാഠശാലകളിലും ഗുരുകുലങ്ങളിലും പറഞ്ഞു വിട്ട് മതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് നടക്കാത്തത്. അതുകൊണ്ട് ഇയാൾ റബ്ബർ ബാൻഡ് വിട്ട് തിരിച്ചു വരുന്നു എന്നൊക്കെ പറയുന്നത്. അല്ല, ഇതിന്റെ കാരിയേഴ്സ് ജനാധിപത്യ ബോധമുള്ള പൗരബോധമുള്ള ആളുകളെ നിർമ്മിച്ചെടുക്കേണ്ടതും വളർത്തിയെടുക്കേണ്ടതും ക്ലാസ് റൂമിലാണ്. വേറെ എങ്ങൊന്നും പറ്റത്തില്ല. അത് അറിയേണ്ടതുണ്ട്. അത് 75 വർഷമായിട്ട് നമ്മൾ ഭരണഘടന വായിക്കാത്ത ക്ലാസ് റൂംസ് ആണ് നമ്മൾക്ക് ഉള്ളത്. പൗരരാരാണെന്ന് അവരെ പഠിപ്പിക്കുന്നില്ല. ദൈവം സൃഷ്ടിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്നൊക്കെ പഠിപ്പിച്ച് ദൈവത്തിനെ അനുസരിച്ച് പ്രാർത്ഥിച്ച് സർവമത പ്രാർത്ഥന ചെയ്താൽ ജനാധിപത്യമായെന്ന് തെറ്റിദ്ധരിക്കുന്ന കോന്തന്മാരുടെ ക്ലാസ് റൂമിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് ഇയാൾ പറയുന്ന ഇത് ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അല്ലാതെ തിരിച്ചു വീണ്ടും വരികയല്ല ചെയ്യുന്നത്. അടിമബോധത്തോടെ തുടർച്ചയായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൗരബോധ നിർമ്മാണത്തിന് പകരം അനുസരണ പഠിപ്പിച്ച് അറിഞ്ഞ് ബോധപൂർവം പെരുമാറുന്ന ആളുകളെ ഉണ്ടാക്കുന്നതിന് പകരം അനുസരണ പഠിപ്പിക്കുന്ന, പരീക്ഷയ്ക്ക് എഴുതിക്കുന്ന വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരുണ്ടാകാറ്. ആ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ടാണ് ക്ലാസ് റൂമിൽ നിന്ന് ആരംഭിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. അല്ലാതെ എന്നും ഇങ്ങനെ തന്നെ പോകും എന്നൊന്നുമല്ല. അത് മാറ്റിയ രാജ്യങ്ങളിലെല്ലാം ജനാധിപത്യ പൗരബോധമുള്ള ആൾക്കാർ മാറിയിട്ടുണ്ടെന്നുള്ളതും കാണണം. തൊടന്റെ അടുത്ത് ഇതുവരെ തൊട്ടിട്ടില്ല. തൊടേണ്ട 2 സ്ഥലമാണ് ക്ലാസ് റൂമും ഈ പറയുന്ന സ്ട്രക്ചറും. ഇത് രണ്ടിടത്തും തൊടാതെ ജനാധിപത്യം ആകാശത്തുനിന്ന് വീഴുമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്ന, മന്ന വീഴുമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്നവന്മാരെ പോലുള്ള സാധനമാണ്. അതങ്ങനല്ല. വളരെ ബോധപൂർവം ചെയ്തെടുക്കുന്ന ഒരു പ്രവൃത്തിയെ പറ്റിയാണ് ഈ പറയുന്നത്. അതാ ഞാൻ ചോദിച്ചത്, ഈ ബോധപൂർവം പ്രവർത്തിക്കുന്ന, അഥവാ തിരിച്ചു വീഴ്ചകൾ വീണ്ടും പറയുമ്പോഴും അത് തിരുത്തുന്ന ഒരു സംവിധാനം ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഭരണഘടന എന്ന് പറയുന്ന സംവിധാനം പോലെ ഞാൻ പറഞ്ഞില്ല, ഭരണഘടന ക്ലാസ് റൂമിൽ വായിച്ചു തുടങ്ങേണ്ടതുണ്ടല്ലോ. അതെന്തിനാണ് തടസ്സം വരുന്നത്? അതെന്താണ് തടസ്സം വരുന്നത്? അത് ചെയ്യരുതെന്ന് തീരുമാനിച്ചവന്മാർ അവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. അവിടെ പ്രാർത്ഥനയല്ലയോ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറ്റം എന്നുള്ള നിലവാരത്തിൽ ഞങ്ങൾ ഏതെങ്കിലും മതത്തിന്റെ ദൈവത്തിനെ അല്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരുണ്ടാവുക. മുകളിൽ ഒരു ശക്തിയെ നിർണയിച്ച് അത് നമ്മുടെ ജീവിതം നിർണയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിന്റെ പ്രതിനിധിയാണ് രാജാവെന്നും പഠിപ്പിക്കുന്നതിന് പകരം കുറെ 25 രാജാക്കന്മാരാണ് ഇത് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ച വ്യത്യാസം വരുമോ? നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, എവല്യൂഷൻ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിന്റെ മുന്നിലാണ് ഈ പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും മനുഷ്യരെങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നും ഉള്ള ചരിത്രബോധം പഠിപ്പിക്കുക എന്നുള്ളതാണ് ക്ലാസ് റൂം. അവിടെ വിവേചനങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലമല്ല, കീഴടങ്ങാൻ പഠിപ്പിക്കുന്ന ഇടമല്ല.
അവിടെ അനുസരണ പഠിപ്പിക്കുന്ന സ്ഥലമല്ല. അവിടെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന പൗരന്മാരെ സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് നടക്കേണ്ടത്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണെന്നും ആ കുട്ടിക്ക് അനുസൃതമായി അവരെ പരിപോഷിപ്പിക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ് വിദ്യാഭ്യാസം. പൗരബോധ നിർമ്മാണം, എങ്ങനെയാണ് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത്, വിവേചനങ്ങൾ എന്തുകൊണ്ട് പാടില്ല എന്നും എന്താണ് വിവേചനം എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. വിവേചനം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതാണ് ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലുള്ള ഇടപെടലുകളെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം അനുസരണ പഠിച്ച് വളർന്നതായാലും ശരി, യൗവനം എത്തിച്ചേർന്നവര് മിനിമം ഈ നിയമസഭകളിൽ എത്തിച്ചേരുന്നതിന് പകരം ഗ്രാമസഭകളിൽ പോകേണ്ടതുണ്ട്, വാർഡ് സഭകളിൽ പോകേണ്ടതുണ്ട്. അവിടെ പോയി നമ്മൾ കൊടുക്കുന്ന ടാക്സ് എങ്കിലും നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന പ്രവൃത്തി ചെയ്യണമെന്നും, ക്ലാസ് റൂമിനകത്ത് പൗരബോധം പഠിപ്പിക്കണമെന്നും, റോഡ് നിയമങ്ങൾ പഠിപ്പിക്കണമെന്നും, സിവിക് സെൻസ് പഠിപ്പിക്കണമെന്നും ഒക്കെ ആൾക്കാർ പറയേണ്ടതുണ്ട്. അത് ചെയ്തു തുടങ്ങേണ്ടതുണ്ട്. 75 വർഷം നമ്മൾ അത് ഉപയോഗശൂന്യമായി കളഞ്ഞിട്ടുണ്ട്. അടിമകളെ ഉൽപ്പാദിപ്പിച്ച് ലോകവ്യാപകമായി അയക്കുന്നതല്ല വിദ്യാഭ്യാസം. അവനവന്റെ നാട് ജനാധിപത്യപരമായിട്ട് മാറ്റിയെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. അത്രയും കൂടെ ചെയ്തേ പറ്റൂ.